ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിലീഷ്യസ് ഫുഡ് കോർണർ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാർ ചെയ്യാൻ പോകുന്നത് ഒരു മലബാർ സ്പൈസി ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇവിടെ ആവശ്യമായ സാധനങ്ങൾ: ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര്, 2 കോഴിമുട്ട, ഒരു ഫുൾ ചിക്കൻ. ഇവിടെ ഞാൻ 1.5 കിലോയുടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പുതിന ഇല ആവശ്യത്തിന്, മല്ലിയില, 50 ഗ്രാം ഇഞ്ചി, 5 പച്ചമുളക്, 50 ഗ്രാം വെളുത്തുള്ളി എന്നിവ ഓരോന്നായി അരച്ചെടുക്കുക. എല്ലാം ഒരുമിച്ച് അരച്ചെടുക്കാൻ പാടില്ല, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചതായിരിക്കണം നമ്മുടെ ചിക്കൻ എടുത്തുകൊണ്ട് നല്ല കത്തി ഉപയോഗിച്ച് ചെറുതായൊരു കീറിയിടുക. അതുമൂലം മസാലകളെല്ലാം ഇതിനെ അകത്തോട്ട് എത്താൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് പിന്നീട് ഇതിലേക്കായി ഉപ്പ് വിതറി കൊടുക്കുക. ആവശ്യാനുസരണം ഉപ്പിടുക. ശേഷം റെഡ് ചില്ലി പൗഡർ, ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അത് നമ്മൾ ആവശ്യാനുസരണം ഇട്ടാൽ മാത്രം മതി. പിന്നീട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കുക. ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് മസാല എല്ലാ സൈഡിലും സ്പ്രെഡാക്കുക, തേച്ച് പിടിപ്പിക്കുക. പിന്നീട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചിക്കന് തിരിച്ച് വെച്ച് അതിൻ്റെ അടിവശം ഇതുപോലെ കത്തി ഉപയോഗിച്ച് കീറിയിട്ട ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര് എല്ലാം ചേർത്ത് ചിക്കൻ വെക്കുക. എല്ലാം തന്നെ 2 ടീസ്പൂൺ വെച്ചിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അനുസരിച്ച് അതിലേക്ക് കൂട്ടി കുറച്ച് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എരിവ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ മുതിർന്നവർക്ക് നല്ല എരിവോട് കൂടിയിട്ടുള്ളതായിരിക്കും എപ്പോഴും ഇഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എരിവുകൾ നിങ്ങൾ ചേർക്കേണ്ടതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ മസാല ചേർത്തതായിരിക്കുന്ന ചിക്കനെ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി വെക്കുക. നന്നായി കവർ ചെയ്ത ശേഷം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പം ഈ മാറ്റി വെക്കുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ഇതിന് ഫില്ലിങ്ങിന് വേണ്ടതായിരിക്കുന്ന തയ്യാറെടുപ്പുകൾ നടത്താം. ഫില്ലിങ്ങിനായി നമുക്ക് പാൻ ചൂടായ ശേഷം അതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി എന്ന് ശേഷം അതിലേക്ക് 1 ഉള്ളി ഇത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ആദ്യമേ അരിഞ്ഞു വെച്ചത് 4 ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് 2 ഉള്ളി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ളതും 2 ഉള്ളി ഫില്ലിങ്ങിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ 2 ഉള്ളി ഞാനിവിടെ ഓയിലിലോട്ട് ഇട്ട് കഴിഞ്ഞു. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡിഷ് കളർ ആകുന്നത് വരയ്ക്കും നമുക്കിതിനെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. വഴറ്റി വന്നതായിരിക്കുന്ന ഉള്ളിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക് അരച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, 1/4 ടീസ്പൂൺ ഇഞ്ചി ചേർത്തത് തുടങ്ങിയവ ഇട്ട് കൊടുക്കുക. അഞ്ച് മിനിറ്റ് വരെ അടച്ചുകൊണ്ട് അത് വേവിക്കുക. തക്കാളി ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിലേക്ക് ഫില്ലിങ്ങിനായി 2 മുട്ട പുഴുങ്ങിയെടുക്കുന്നതായിട്ടുണ്ട്. 2 മുട്ട പുഴുങ്ങിയെടുക്കുന്ന പിന്നീട് ഫില്ലിയാണ് എടുത്ത് തയ്യാറായിട്ടുള്ളത്. ഇതിലേക്ക് നന്നായി ഫില്ല് ചെയ്ത് അതിൻ്റെ പാൽ ഇട്ട് വെക്കുക. ഇത് ഈസിയായി ചിക്കനെ മറിച്ചിടുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കും. നമുക്കത് ഫ്രൈ
ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു. ഒരു മുറിച്ച ഉള്ളി എടുത്തിട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ മുറിച്ചതായിരിക്കുന്ന ഉള്ളിലൊരു ഉള്ളി മാറ്റി വെച്ചിരുന്നു. ആ ഉള്ളിയാണ് ഇതിലിട്ടിരിക്കുന്നത്. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ഉള്ളിലേക്ക് വെളുത്തുള്ളി പേസ്റ്റുകൾ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഓയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈം അരിഞ്ഞ ഒരു തക്കാളി ഇടുക. തക്കാളി നന്നായി വഴറ്റിയെടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്യുക. പിന്നീട് ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം അമിതമാവാൻ പാടില്ല, വളരെ കുറച്ച് വെള്ളം മാത്രമേ വേണ്ടൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഇതിനെ മൂടിക്കൊണ്ട് വേവാനായി വെക്കാം. ഏകദേശം ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഈ മസാല എല്ലാം കോരി ഗ്രേവി ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇതിന് പുറത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനെല്ലാ സൈഡും വേകുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോ കാണാം. ചിക്കൻ നന്നായി വേവിച്ചെടുക്കുക. നല്ല ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ചിക്കൻ്റെ ഓരോ സൈഡും തിരിച്ചിടുക. ഇപ്പോൾ ഗ്രേവി ആയി വന്നിട്ടുള്ളത്. ഗ്രേവി ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്യുക.